പഠനങ്ങളും നിരീക്ഷണങ്ങളും നിലപാടുകൾ നിർണ്ണയിക്കുന്നു. ചിന്തകളും പ്രത്യയശാസ്ത്രങ്ങളും അഭിപ്രായങ്ങളെ വേറിട്ട് നിർത്തുന്നു. ചിന്തകൾ മാറി നിൽക്കുമ്പോൾ വാദങ്ങൾ ഉണ്ടാകും, വാക്കുകൾ തീപ്പൊരിയാകും. വാർത്തകൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ വസ്തുതകൾ തെളിഞ്ഞു വരും. പദവികളെയും പക്ഷഭേദങ്ങളെയും അതിജീവിക്കുന്ന ധീരമായ ശബ്ദം ഇവിടെ മുഴങ്ങും. ഇത് കേരളത്തിലെ ഏറ്റവും മികച്ച ജേർണലിസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒരേയൊരു സംവാദയിടം. മീറ്റ് ദ എഡിറ്റേഴ്സ്, എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് റിപ്പോർട്ടറിൽ. Reporter, celebrating 15th year of fearless journalism. Welcome back. ഞങ്ങൾക്കൊപ്പം അണിയറയിലും അരങ്ങിലുമുള്ള നിരവധി മാധ്യമപ്രവർത്തകരും സാങ്കേതിക വിദഗ്ധരും റിപ്പോർട്ടർമാരും ഒക്കെയാണ്. ശ്രീ റോജി അഗസ്റ്റിൻ, നമ്മളിപ്പോൾ 3-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ റീജിയണൽ ചാനലുകളിൽ അതിവേഗം 1-ാം സ്ഥാനത്തെത്തുന്ന ചാനലായി മാറി റിപ്പോർട്ടർ TV. കൺഗ്രാജുലേഷൻസ്. എന്താണ് പറയാനുള്ളത്? ഏറെ അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അവർ നമ്മളെ ഹൃദയത്തിലേറ്റിയതുകൊണ്ടാണ്, നെഞ്ചിലേറ്റിയതുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ ഈ സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നത്. കൂട്ടത്തിൽ നമ്മുടെ സഹപ്രവർത്തകർ, അണിയറ പ്രവർത്തകർ, ഇതിന് മുമ്പ് നമ്മളുടെ ക്യാമറയുടെ മുമ്പിൽ ഇതുവരെ എത്തിപ്പെടാത്ത പലരും ഉണ്ട്. കൂടുതൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒപ്പം സാറ്, അതുപോലെ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ, നമ്മളെ സെയിൽസിൻ്റെ ടീം അംഗങ്ങൾ, EIR/VR/XR അംഗങ്ങൾ, ഈവൺ ക്ലീനിങ് സ്റ്റാഫ് മുതൽ മാനേജ്മെൻറ്റ് വരെയുള്ള എല്ലാവരുടെയും കഠിന പ്രയത്നമാണ് നമ്മളെ ഈ സന്തോഷ നിമിഷത്തിൽ ഇത്ര വിവരങ്ങളിൽ എത്തിച്ചതും. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ 2 വർഷം കൊണ്ട് 1-ാം സ്ഥാനത്തെത്തിയ ചാനൽ നമ്മളാണെന്നുള്ള ആ അഭിമാനവും നമുക്കുണ്ട്.
ഇതിനെല്ലാത്തിനും കാരണം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളെ നെഞ്ചിലേറ്റിയതാണ്. അതെന്നും തുടരും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം റിപ്പോർട്ടർ ചാനൽ ഉള്ളിടത്തോളം കാലം റിപ്പോർട്ടർ ചാനലിൻ്റെ അവസാന നിമിഷം വരെ എന്നും തുടരും എന്ന് ജനങ്ങളോട്, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, പ്രേക്ഷകർക്ക് അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല മുന്നോട്ട് പോയിക്കൊണ്ടും റിപ്പോർട്ടർ TV എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് താങ്ക് യു ശ്രീ രോജി അഗസ്റ്റിൻ. നമുക്കൊപ്പം ജോസൂട്ടി അഗസ്റ്റിൻ ഉണ്ട്, വൈസ് ചെയർമാനാണ്. ശ്രീ ജോസൂട്ടി അഗസ്റ്റിൻ, നമ്മൾ മുഖം നോക്കാതെയുള്ള നിലപാടുകളാണ്. നമ്മൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഇന്നത്തെ ക്യാമ്പയിൻ തന്നെ സിവിലുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ഇന്ന് ക്യാമ്പയിൻ എടുത്തിരിക്കുന്നത്. അതും സാധാരണ ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ ആ പോരാട്ടം നമ്മൾ തുടരും. തീർച്ചയായിട്ടും നമ്മൾ ഇനിയും ഈ പോരാട്ടങ്ങൾ തുടരും. കാരണം എല്ലാവിധ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ജേർണലിസ്റ്റുകളുടെ പിൻബലത്തിൽ, നല്ല എഡിറ്റോറിയൽ മെമ്പേഴ്സിൻ്റെ പിൻബലത്തിൽ നമ്മൾ ഈ ജൈത്രയാത്ര മുന്നോട്ട് പോകുമ്പോൾ എല്ലാ പ്രേക്ഷകരും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഇങ്ങനെ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചത്. അപ്പോൾ പ്രേക്ഷകർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജൈത്രയാത്ര ഇനിയും തുടരും. താങ്ക് യു. നമുക്കൊപ്പം നമ്മളുടെ കരുത്ത് നമ്മുടെ മാനേജിംഗ് എഡിറ്റർ, മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ ഉണ്ട്. ആന്റോ അഗസ്റ്റിൻ, ഓൾ യുവേഴ്സ്. 3ാമത്തെ വർഷത്തേക്ക് കടക്കുന്നു, 1ാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അരുൺ സാർ, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ 1ാമത്തെ ആനിവേഴ്സറി, 13ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ 2ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ 2ാമത്തെ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ 1ാം സ്ഥാനത്തേക്കാണ്. കാരണം ഒരു വർഷം കൊണ്ട് 2ാം സ്ഥാനത്തും 2ാമത്തെ വർഷത്തേക്ക് 1ാം സ്ഥാനത്ത് എത്തുന്ന എനിക്ക് തോന്നുന്നില്ല അധികം റീജിയണൽ ചാനലുകൾക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് എന്നുള്ളതാണ്. ജീവനക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോയ് സാർ പറഞ്ഞതുപോലെ താഴെ തട്ട് തുടങ്ങി മേലത്തെ എഡിറ്റോറിയൽ ബോർഡ് വരെയുള്ള ആൾക്കാരുടെ കഠിനാധ്വാനമാണ്. അങ്ങടക്കം എത്ര മണിക്കൂറാണ് പണിയെടുക്കുന്നത് എന്നോട് ചോദിച്ചാൽ നമുക്കറിയാനില്ല. എഡിറ്റോറിയൽ ബോർഡ് ഇപ്പോൾ സ്മൃതി പാടായാലും സുജി ആയാലും പിന്നെ ജിമ്മി സാറാണെങ്കിലും എല്ലാവരോടും ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. കാരണം അവർ എത്ര മണിക്കൂറാണ് പണിയെടുക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ്. ഓരോരുത്തരും അങ്ങനെയാണ്. നമ്മുടെ AR VR, അതുപോലെ തന്നെ പ്രമോ, അതുപോലെ ഡെസ്ക്, ക്യാമറ, അതുപോലെ ഫീൽഡിൽ റിപ്പോർട്ടർമാർ. അപ്പം ഫീൽഡിൽ റിപ്പോർട്ടർമാരെന്ന് പറയുന്നത് അത്രയധികം കഠിനാധ്വാനമാണ്. കഠിനാധ്വാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതുവരെ വാർത്തയിൽ ഒരു പക്ഷപാതവും നടത്താതെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. ആരുടെയും ഒരു ഫോൺ കോളിന് പോലും നമ്മൾ അത് നിർത്തിവെക്കുകയോ മാറ്റിവെക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ചാനലായി മാറി എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും അവരുടെ വിഷമങ്ങൾ പുറത്ത് ലോകത്തേക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നുള്ള ടാഗ് ലൈൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് അതിലോട് മാക്സിമം നീതി പുലർത്താൻ റിപ്പോർട്ടർ TV കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇന്ന് തന്നെ അരുൺ സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ബാങ്കുകൾ ചെയ്യുന്ന ഒരു വലിയ കൊള്ളയാണ് ഈ സിവിലുമായി ബന്ധപ്പെട്ടിട്ട്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു ചാനൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. അതിൻ്റെ ഒരു വലിയ ലൈവത്തോണാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമ സ്ഥാപനത്തിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഏത് അറ്റം വരാൻ പോകുന്നുണ്ടോ ആ അറ്റം വരെ നമ്മൾ പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ക്രെഡിറ്റ്, ഈ 1ാം സ്ഥാനത്തിൻ്റെ ക്രെഡിറ്റ്, ഈ ആഘോഷത്തിൻ്റെ ക്രെഡിറ്റ് എല്ലാം ഈ സ്ഥാപനത്തിൻ്റെ ജീവനക്കാരുടേതാണ്. അവർ മാത്രമല്ല അവരുടെ കൂടെ നിൽക്കുക അവരുടെ ഫാമിലീൻ്റെയും കൂടെയാണ്. ഓരോരുത്തരുടെ വീട്ടിലെ ഫാമിലി, അവരുടെ വൈഫ്, ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, മക്കൾ ഇവരൊന്നും സഹകരിച്ചില്ല. ഇവർക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എഡിറ്റോറിയൽ ബോർഡിൻ്റെ അടക്കമാണ് ഞാൻ പറയുന്നത്. കാരണം രാത്രി 12 മണിക്കും 11 മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നത്. അപ്പോൾ അവരൊക്കെ നൽകുന്ന ഒരു പ്രോത്സാഹനമാണ് റിപ്പോർട്ടർ TVയുടെ കരുത്ത് എന്ന് പറയുന്നത്. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ നിന്നതിന്, ഞങ്ങൾ 1ാം സ്ഥാനത്ത് എത്തിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുകയാണ്. വലിയ വിജയം ഇനിയും ഉണ്ടാവുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് റിപ്പോർട്ടർ TV 15ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ റീജിയണൽ ചാനലുകളിൽ ഏറ്റവും സാങ്കേതിക മികവോടുകൂടിയാണ് റിപ്പോർട്ടർ TV പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. അതിന് തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹകരണമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ എക്യുപ്മെൻറ്റ്, ഏതെങ്കിലും ഒരു പുതിയ സംവിധാനം വേണമെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിനെക്കുറിച്ച് പഠിച്ച് വളരെ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് നമുക്കത് സാധ്യമാവുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ റിപ്പോർട്ടർ TV ഇടപെട്ട വർഷങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ പല വാർത്തകളും ആദ്യം കണ്ടത് റിപ്പോർട്ടർ TVയിലൂടെയാണ്. ചില മനുഷ്യരുടെ കണ്ണീര് തുടയ്ക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ കണ്ടു. നെടുവീർപ്പോടുകൂടി ചില വാർത്തകൾ അറിഞ്ഞു. ആ വാർത്തകളിലൂടെ നമുക്കൊന്ന് കടന്നുവിടാം. കഴിഞ്ഞ 2 വർഷങ്ങൾ മലയാള മാധ്യമ ലോകത്തെ പകരം വയ്ക്കാനില്ലാത്ത വാർത്താ മുഴക്കം. രാഷ്ട്രീയ ചായ്വുകളും പക്ഷഭേദങ്ങളുമില്ലാതെ നേരിനൊപ്പം നിലകൊള്ളുന്ന നീതിയുടെ പോർമുഖം റിപ്പോർട്ടർ. വാർത്ത പോരാട്ടമാക്കിയ സുധീര മാധ്യമ പ്രവർത്തനത്തിന്റെ 15ാം വർഷം.
വാർത്തകൾക്കപ്പുറം സാമൂഹിക ഇടപെടലുകൾക്ക് വഴിത്തിരിവൊരുക്കിയ ഫിയർലെസ് ജേർണലിസം. നിസ്സഹായരുടെയും നീതി നിഷേധിക്കപ്പെട്ടവരുടെയും ശബ്ദം പൊതുജനമധ്യത്തിൽ എത്തിച്ച നാളുകൾ. കേരള മനസാക്ഷിയെ പിടിച്ചുലച്ച വെളിപ്പെടുത്തലുകൾ. എത്ര ഉന്നതർ തെറ്റ് ചെയ്താലും വാർത്താ നീതിബോധത്തിൽ നിന്ന് രക്ഷ നേടില്ലെന്ന് തെളിയിച്ച അന്വേഷണ പരമ്പരകൾ. അധികാരികളുടെ കണ്ണുകൾ തുറപ്പിച്ച ലൈവ് തണലുകൾ. ദുരന്തം ബാണഞ്ചേരി പഞ്ചായത്തിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നല്ല നാളെയുടെ സന്ദേശത്തിനായി ജനമൊന്നിക്കുന്ന മഹാറാലികൾ. കേരളം ഇതുവരെ കാണാത്ത വാർത്താ പോരാട്ടത്തിന്റെ വേറിട്ട മുഖമായി റിപ്പോർട്ടർ മാറി. മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെ കുറിച്ച് 10ാം ക്ലാസ് മലയാളി പ്രതിസന്ധി നേരിടുന്ന ഓരോ ഘട്ടത്തിലും വാർത്ത കൈത്താങ്ങായ സന്ദർഭങ്ങൾ. ഷിരൂരിൽ അർജുന് വേണ്ടിയുള്ള അന്വേഷണം. നാടുനടുങ്ങിയ വയനാട് ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻപിൽ നിന്ന മാധ്യമശക്തി. രാജ്യത്തിനകത്തും പുറത്തും വാർത്തകൾ സംഭവിക്കുന്നിടത്ത് സാന്നിധ്യമുറപ്പിക്കുന്ന തത്സമയ റിപ്പോർട്ടിങ്ങുകൾ. ജീവിത ദുരിതങ്ങളിൽ വാർത്ത കരം പിടിച്ച എണ്ണമറ്റ സന്ദർഭങ്ങൾ. വാർത്തയ്ക്കൊപ്പം ഉടനടി ഇടപെടലുകൾക്ക് വഴിവിളക്കാവുന്ന റിപ്പോർട്ടർ ഇമ്പാക്ട്. പണം കുമിഞ്ഞുകൂടുന്നത് വലിയ താല്പര്യമായിരിക്കും. നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന റിപ്പോർട്ടറിനെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തി സമസ്ത മേഖലകളിലും ഒന്നാമതാക്കി പ്രിയ പ്രേക്ഷകർ. കരുത്തുറ്റ ജേർണലിസത്തിലും ദൃശ്യമികവിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന റിപ്പോർട്ടർ ഇന്ത്യൻ വാർത്താ മാധ്യമങ്ങൾക്ക് തന്നെ മാതൃകയായി പോരാട്ടം തുടരുന്നു. നേര് പറയാനും നീതി ഉറപ്പിക്കാനും മലയാളിക്കൊപ്പം തുടരുന്ന നിതാന്ത വാർത്താ ജാഗ്രത. റിപ്പോർട്ടർ, fight for justice. Reporter, celebrating 15th year of fearless journalism. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ TV 15ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ, 3ാം വർഷത്തിലേക്ക് റീലോഞ്ച് ചെയ്തതിന് ശേഷം കടക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറെ അഭിമാനത്തോടുകൂടി പറയാനുള്ളത് ഞങ്ങളുടെ ഈ വാർത്താ സംഘത്തിലുള്ള വനിതാ മാധ്യമ പ്രവർത്തകരെ കുറിച്ചാണ്. ഒരുപക്ഷെ വനിതാ മാധ്യമ പ്രവർത്തകർ തന്നെ നയിക്കുന്ന ചാനൽ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അരങ്ങിലും അണിയറയിലും എക്സിക്യൂട്ടീവ് എഡിറ്റർ മുതൽ ഇങ്ങനെ അഡ്മിനിസ്ട്രേഷൻ, HR വരെ ഞങ്ങളുടെ വിഭാഗത്തിലുള്ള മുഴുവൻ വനിതാ സാരഥികളും ഞങ്ങളുടെ ഈ റിപ്പോർട്ടറിൻ്റെ പ്രയാണത്തിൽ അവരുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പം സ്മൃതി പരുത്തിക്കാടുണ്ട്, എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. സ്മൃതിയുടെ മാധ്യമ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ ഒന്നായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. എൻ്റെ 25ാമത്തെ വർഷമാണ്. 25 നൂറ്റാണ്ട്. അതെ, കാൽനൂറ്റാണ്ടാകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 15 വർഷമായി ഈ ചാനൽ തുടങ്ങി എന്ന് പറയുമ്പോഴും റിപ്പോർട്ടിൻ്റെ റീലോഞ്ചിന് മുൻപും ശേഷവും എന്ന തരത്തിൽ മാധ്യമ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടുന്നുണ്ട് അല്ലേ? റീലോഞ്ചിന് ശേഷം എന്ന് പറയുമ്പോൾ മാധ്യമ ചരിത്രത്തിൽ എന്തൊക്കെ വ്യത്യാസം നമ്മൾ വരുത്തി എന്നുള്ളതാണ്. യാന്ത്രികമായ വാർത്താവതരണത്തിനപ്പുറം വേറൊരു രീതി നമ്മൾ കൊണ്ടുവരികയാണ്. വാർത്തയുടെ വേഗം, അതിലെ സാങ്കേതികത്തിലെ നൂതനമായ സാങ്കേതിക സംവിധാനം എല്ലാം കൂടെ ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ടീമിൻ്റെ ഊർജം, അപ്പോൾ അതിൻ്റെ വേഗം, അതിൽ കൊടുക്കുന്ന ശ്രദ്ധ, പിഴവുകൾ വരുത്താതെയുള്ള ശ്രദ്ധ, അപ്പോൾ അതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ഈ പറയുന്ന 24 മണിക്കൂറും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ആ കറക്കത്തിൽ ഒരിക്കലും ക്ഷീണിക്കാത്ത ഒരു ടീം നമ്മോടൊപ്പമുണ്ട്. ഗ്രൗണ്ടിലുമുണ്ട്, നമ്മുടെ ഡെസ്കിലുമുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും പ്രേക്ഷകർ കാണുന്നില്ല, പക്ഷെ അവരും കൂടി ചേർന്നാണ് നമ്മുടെ ഈ വേഗത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള. ആ വേഗം നമുക്ക് ഇനിയും തുടരാൻ സാധിക്കണം. അടുത്ത നാഴികക്കല്ല, അടുത്ത വാർഷികമാകുമ്പോഴേക്കും അടുത്തൊരു നാഴികകളിലേക്ക് നമുക്ക് കടക്കും. തീർച്ചയായിട്ടും. മാത്രമല്ല ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നത് നമ്മൾ ഈ മീഡിയ എഡിറ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് പരസ്പരം മിണ്ടാറുണ്ടോ എന്നാണ്. സ്മൃതിയൊന്ന് പറഞ്ഞാട്ടെ, പ്രേക്ഷകർക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമില്ല. ശേഷം പോകുന്ന സമയത്ത് സ്മൃതിയൊക്കെ നോക്കി ചിരിക്കാറുണ്ടോ എന്നൊക്കെ പ്രേക്ഷകരോട്. അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡ്രാമ കാണിക്കാന്ന് പറയും. അങ്ങനെയുണ്ടല്ലോ, സ്ക്രിപ്റ്റഡ് ആന്ന് പറയും. നമ്മൾ ഇവിടെ നിന്ന് അടികൂടുമ്പോൾ ശരിക്കും അടികൂട് തന്നെയാണ്. കുറച്ചു നേരം ചിലപ്പോൾ മുഖം വീർപ്പിക്കുകയും ചെയ്യും, പക്ഷെ അടുത്ത നിമിഷം ശരിയാവില്ല. അതാണ് യാഥാർത്ഥ്യം. യാതൊരു വൈരാഗ്യ ബുദ്ധിയായിട്ട്
വ്യത്യസ്തമായിട്ട് പെരുമാറുന്ന ഒരു സംഘമില്ല എന്നുള്ളതാണ് ഈ സംഘത്തിൻ്റെ ആശയങ്ങൾ. വളരെ ആഴത്തിൽ ഏറ്റുമുട്ടാറുണ്ട്. പലപ്പോഴും അത് പ്രേക്ഷകർ കാണും, അതിൻ്റെ വാശിയൊക്കെ പ്രേക്ഷകർ കാണാറുണ്ട്. സുജയ പാർവതിയെക്കുറിച്ച് പ്രേക്ഷകർ ഇപ്പോൾ ഓർമ്മിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ പ്രേക്ഷകർ ഈ വളരെ ജെനുവിനായി എടുക്കുന്ന ഏത് വിഷയങ്ങളോടുമുള്ള കമ്മിറ്റ്മെൻ്റാണ് നമ്മളുടെ ഈ വാർത്താ സംഘത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്. അതിപ്പോൾ സുജയ ആണെങ്കിലും സ്മൃതി ആണെങ്കിലും നമ്മുടെ വാർത്താ സംഘത്തിലുള്ള മുഴുവൻ ആളുകളും, ജിമ്മി ആണെങ്കിലും, അവരൊക്കെ എടുക്കുന്ന നിലപാടുകളോടുള്ള അവരുടെ ആത്മാർത്ഥതയാണ്. അവർ വ്യാജമായിട്ടൊന്നും പറയാറില്ല. നിങ്ങൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്ത് അഭിനയിക്കാറില്ല. അങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ട്. സുജയ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ എനിക്ക് തോന്നുന്നു സുജയുടെ ജീവിതത്തിലെയും ഒരു പ്രധാന നിമിഷമാണ് അല്ലേ? അതെ അതെ. ഈ നിൽക്കുന്ന സംഘത്തിൽ എനിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. റിപ്പോർട്ടറിൽ, അതായത് റിപ്പോർട്ടറിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ദിവസം തന്നെ വാർത്ത വായിച്ച ആളാണ് ഞാൻ. അപ്പോൾ 15-ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇതേ ഫ്ലോർ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ ന്യൂസ് ഡെസ്ക് ഇരിക്കുന്ന ഫ്ലോറിലായിരുന്നു. ആ പ്രായം കൂട്ടിക്കോട്ടെ. എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ആരെക്കാളും എന്തായാലും ആൻഡ്രോ സാർ ഒഴികെ ആരെക്കാളും കൂടുതലല്ല എന്നുള്ളത് വെളിപ്പെടുത്താനും ഞാൻ തയ്യാറാണ്. പ്രായം ഞാൻ വേണമെങ്കിൽ പറയാം, പക്ഷെ ഡോക്ടർ അരുണിന്റെ പ്രായം ഞാൻ പറയും. സ്വയം കുഴിച്ച പ്രായം ഒരു നമ്പർ മാത്രമല്ല. അതെ അതെ, ഒരു 9 വയസ്സ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നശിപ്പിച്ചു. ബാക്കി ആർക്കെങ്കിലും വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. അപ്പോ അതായത് നമ്മുടെ ഈ റിപ്പോർട്ടറിന്റെ തുടക്കം തൊട്ട്, അതായത് ഒരു കുഞ്ഞ് പിറന്നു വീണപ്പോൾ മുതൽ ആ കുഞ്ഞിപ്പോൾ ടീനേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ടീനേജിലൂടെ കടന്നു പോകുന്ന നല്ല ടീനേജ് മൊമെന്റ്സ് ആണ് ഈ ചാനലിനെ സംബന്ധിച്ചോളം. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ, അത് 2011 കമ്പയർ ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ എന്ന് പറയുന്നത് വേഗമായിരുന്നു. തുടങ്ങിയ ഒരു ചാനൽ അതിന്റെ ശൈശവദശയിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ബാലാരിഷ്ടതകളെല്ലാം ആ ചാനലിനെ നേരിട്ടിട്ടുണ്ട്. ഞാൻ ഈ നിമിഷത്തിൽ അന്നത്തെ എൻ്റെ ചീഫ് എഡിറ്റർ MV നികേഷ് കുമാറിനെ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് പോയതുകൊണ്ട് നമുക്കൊപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു തുടക്കമിടാനായിട്ടുള്ള ഇതുപോലെ ഒരു വേഗമുള്ള ന്യൂസ് ചാനൽ, അതുതന്നെയായിരുന്നു അന്നും കോൺസെപ്റ്റ്. ആ വേഗതയിൽ താല്പര്യം തോന്നിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം എത്രയാണെന്ന് പോലും സാറിനോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ വന്ന് ഞാൻ ഡൽഹിയിലായിരുന്നു, അവിടെ നിന്ന് വന്ന് ഇവിടെ ജോയിൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ ഒരു വേഗം, അദ്ദേഹം തന്ന ഒരു ഊർജ്ജം, ആ ഒരു ഊർജ്ജം ഇന്നത്തെ ടീമിനെ കുറച്ചുകൂടി കൂട്ടാൻ ഇപ്പോഴത്തെ മാനേജിംഗ് എഡിറ്റർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രോ അഗസ്റ്റിന് സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടി ബിസിനസ് കൂടി അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം ആ ഒരു രീതിയിൽ, അതായത് നികേഷ് സാർ ഒരിക്കലും അങ്ങനെ ഒരു ബിസിനസ്സുകാരനായ മാധ്യമപ്രവർത്തകനല്ല. അദ്ദേഹം ഇപ്പോൾ ആൻഡ്രോ സാറുമായിട്ടുള്ള എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടുള്ള, ആൻഡ്രോ സാറിന് ഈ മാധ്യമം എന്ന് പറയുന്നത് മീഡിയ ബിസിനസ് എന്താണെന്ന് അറിയാം. അതാണ് ഒരു മാനേജ്മെന്റ് കൂടി കൈകാര്യം ചെയ്യുന്ന, നമ്മൾക്കൊപ്പം തന്നെ ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മീറ്റ് ദ എഡിറ്റേഴ്സിൽ നേർക്ക് നിന്ന് വാദിക്കുന്ന തരത്തിലേക്ക് 2 വർഷം പൂർത്തിയാകുമ്പോഴേക്ക് ആൻഡ്രോ സാർ എത്തിയിരിക്കുകയാണ്. സാറിന് അഭിമാനിക്കാം. ശമ്പളം കൂട്ടുന്നല്ല, ശമ്പളം കൂട്ടണമല്ലോ. കാരണം 2 വർഷമായി 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലിൽ ശമ്പളം കൂട്ടിയില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർ തന്നെ ചോദിക്കും. അപ്പൊ സാർ അത് കൂട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചാനലിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ MD ആൻഡ് മാനേജിംഗ് എഡിറ്റർ നടുക്കിരിക്കുമ്പോഴാണ് നമ്മൾ തമ്മിൽ തർക്കിച്ചത്. അപ്പോൾ സാറിന് ടെൻഷനായോ, നിങ്ങൾ നിങ്ങളുടെ മുതലാളി ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ചിലപ്പോൾ അന്നത്തെ ദിവസം കൈവിട്ടു പോയതാണ്. പക്ഷേ അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളത് കൂടി ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഈ ഒരു ഘട്ടത്തിൽ പറയാണ്. ഡോക്ടർ അരുണും ഞാനും തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ നിമിഷം നമ്മൾ ആഗ്രഹിക്കുന്നത് MV നികേഷ് കുമാറിൻ്റെ ഒരു സാന്നിധ്യം കൂടിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സജീവ മാധ്യമപ്രവർത്തകനല്ല, സജീവ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ 14 വർഷത്തെ മാധ്യമപ്രവർത്തനം, അതായത് റിപ്പോർട്ടർ TV-യിൽ വന്നതിന് ശേഷമുള്ള ആ കാലം, ഇന്ത്യ വിഷനിലുള്ള കാലമൊക്കെ പ്രേക്ഷകർ ഓർമ്മിച്ചെടുക്കുന്നുണ്ടാവും. മുഖം നോക്കാതെ ആർജവത്തോടുകൂടി ധൈര്യത്തോടുകൂടി നിവർന്നു നിന്ന് ഈ മൈക്കിങ്ങിന് നെഞ്ചോടെ ചേർത്ത് പിടിച്ചു പറയണം എന്ന് നമ്മളോടൊക്കെ പറഞ്ഞത് MV നികേഷ് കുമാറാണ്. അദ്ദേഹത്തെ ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മിക്കുകയാണ്. ഇന്ന് അദ്ദേഹം നമുക്കൊപ്പം മാധ്യമപ്രവർത്തനത്തിന്റെ മേഖലയിലില്ല, അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നു. വി മിസ് യു MV നികേഷ് കുമാർ. ഒരാളെ കൂടി പറയാനുണ്ട്, അനിൽ അയ്യൂർ എന്ന് പറയുന്ന ഈ ഒരു സാങ്കേതിക വിദ്യയിൽ ഈ ചാനലിന് അടിത്തറയിട്ട് തരാൻ നമുക്കൊപ്പം ഉണ്ടായിരുന്നാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളും, അതായത് ഈ ചാനലിന്റെ ട്രാക്ക് നിശ്ചയിച്ചവരിൽ വളരെ പ്രമുഖരാണ് ഇവരൊക്കെ. അനിൽ അയ്യൂരിനെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ലല്ലോ. ഇതിന്റെ ഒരു ഡിസൈൻ എന്താണ് എന്ന് അനിൽ അയ്യൂരാണ് നമുക്ക് തന്നത്. തീർച്ചയായിട്ടും അനിൽ അയ്യൂർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. വി മിസ് യു റിയലി അനിൽ അയ്യൂർ. നമുക്കൊപ്പം ജിമ്മി ജെയിംസ്, അതേപോലെ ഉണ്ണി ബാലകൃഷ്ണൻ, ഡെഫിനറ്റ്ലി ഉണ്ണി ബാലകൃഷ്ണൻ നമ്മളുടെയൊക്കെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെയൊക്കെ മൂത്ത ജ്യേഷ്ഠനാണ്. ഞങ്ങൾ ഇപ്പോഴും മിസ് ചെയ്യുന്നത് നോക്കൂ സുജയ എന്ന് പറയുന്ന നോക്കൂ സ്മൃതി എന്നുള്ള നമ്മുടെ വിശകലനങ്ങൾ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഞങ്ങളും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വീട് അവിടെയാണ്. അദ്ദേഹത്തിന് പഴയ തട്ടകത്തിൽ അദ്ദേഹം
തിരിച്ചുപോയി. അപ്പം സ്നേഹം അല്ലെ, റിപ്പോർട്ടർ ടി വിന്ന് വിട്ടുപോയവരൊക്കെ അവരുടേതായ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ കണ്ട് വിട്ടുപോയതാണ്. നമ്മളുമായിട്ട് നല്ല ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നവരാണ്. അതെ. അപ്പം സ്നേഹം, ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, വി റിയലി മിസ് യു. MV ദികേഷ് കുമാർ, അനിലയൂർ, ഉണ്ണി ബാലകൃഷ്ണൻ. ഒപ്പം ജിമ്മി ജെയിംസ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന പുതിയ ഞങ്ങളുടെ സഹപ്രവർത്തകരാണ്, സുഹൃത്താണ്. ജിമ്മി NTV നിന്ന് തുടങ്ങി, എനിക്ക് NTV-യിലല്ലേ തുടങ്ങുന്നത്, NTV-യിൽ നിന്ന് തുടങ്ങി ഏഷ്യാനെറ്റിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട, ഇപ്പോഴും ഏറ്റവും നല്ല അഭിമുഖങ്ങളിലൊന്ന് ജിമ്മി ചെയ്യുന്ന അഭിമുഖമാണെന്ന് പല ആളുകളും എന്നോട് പറയാറുണ്ട്. ജിമ്മിയുടെ അഭിമുഖത്തിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിലെ അഭിമുഖങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ജിമ്മി, വെൽക്കം ടു ദ ടീം. ജിമ്മി എത്തുമ്പോഴേക്കും നമ്മൾ 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. നിർത്തിക്കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്വം ഇനി ജിമ്മിയുടെയും കൂടിയാണ്. ഈ ടീമിലെ ന്യൂ കമറാണ് ഞാൻ. പുറത്തു നിന്ന് റിപ്പോർട്ടറെ കണ്ട ഒരു കാലം. നികേഷ് ഈ സ്ഥാനത്ത്, നികേഷ് കോളേജിൽ എൻ്റെ സീനിയറാണ്. അപ്പോൾ ഇന്ത്യ വിഷൻ റിപ്പോർട്ടർ, ഈ റിപ്പോർട്ടിന് റീലോഞ്ച്, ഈ സമയത്തൊക്കെ ഞാൻ കാണുന്നൊരു സാധനം, ഈ വാർത്തയുടെ വേഗത കൂടി ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇതിൽ കൂടുതൽ വേഗത പറ്റില്ല. അപ്പോഴാണ് സാങ്കേതികവിദ്യയിലെ വലിയ വിപ്ലവമായിട്ട് റിപ്പോർട്ടർ TV വരുന്നത്. ഓക്കെ, അങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ടല്ലേ, അങ്ങനെ ഒരു പുതിയൊരു മുഖം തുറക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരെ ആലോചിക്കുന്നതിലൂടെ ഞാനും ആലോചിക്കുന്നുണ്ട് ഇനി എന്താണ് അടുത്തത് വരാൻ പോകുന്നത്. അങ്ങനെ ഈ സീൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാർക്ക് റേറ്റിംഗ് എല്ലാ നിമിഷവും ആളുകളുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു സാധനമായി മാറുന്നു. അതിനോടൊപ്പം ഒരു സാധനം കൂടെ എപ്പോഴും പ്രധാനപ്പെട്ടതാണ്, ക്രെഡിബിലിറ്റി. അതും ഓരോ നിമിഷവും കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിലുണ്ട്. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിനോട് ജനങ്ങൾ കാണിക്കുന്ന ഒരു വിശ്വാസം, അത് ആ മാധ്യമ സ്ഥാപനം നമ്മുടെ ക്രെഡിബിലിറ്റി നിലനിർത്തുന്നതിൻ്റെ കൂടെ ഒരു ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ്. സോ ക്രെഡിബിലിറ്റി മാറ്റേഴ്സ് ആൻഡ് we are here, I suppose, because we are credible also. Okay, thank you. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഇംഗ്ലണ്ടിലെ കൽക്കരി ഖനികളിലൊക്കെ ഖനിയിൽ കുഴിക്കാനിറങ്ങുന്ന തൊഴിലാളികൾക്ക് മുൻപ് കാനറി പക്ഷികളെ പറത്തിവിടുമായിരുന്നു അത്രേ. ആ പക്ഷികൾ തിരിച്ചു വന്നാൽ മാത്രമാണ് ആ മൈനുകളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ കഴിയൂ. അതായത് ഒരു ജനാധിപത്യം പോലെ, പ്രാണവായു പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് മാധ്യമങ്ങൾക്ക് അവിടെയുള്ള സ്വാതന്ത്ര്യവും. അപ്പോൾ കാനറി പക്ഷികൾക്ക് എങ്ങനെയാണോ ഓക്സിജൻ മൈനുകളിൽ കിട്ടുന്നത്, അതുപോലെയാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓക്സിജനും. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. എങ്ങനെയാണ് കാനറി പക്ഷികൾക്ക് മൈനുകളിൽ താഴെ പറന്നിറങ്ങാൻ കഴിയുന്നത്, ഓക്സിജൻ കിട്ടുന്നത്, അതുപോലെയാണ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണയുമായി പ്രേക്ഷകർ നൽകുന്ന സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും. അത് തുടരുക. നമ്മളുടെയൊക്കെ പത്രസ്വാതന്ത്ര്യം താഴേക്ക് പോകുമ്പോഴും പ്രിയപ്പെട്ട പ്രേക്ഷകർ നൽകുന്ന കരുത്തിലാണ് നമ്മൾ ധീരമായ ചുവടുവയ്പ്പുകൾ നടത്തുന്നത്. ഒരു കാര്യം കൂടിയുള്ളത്, നമ്മുടെ ഈ റിപ്പോർട്ടർ TV തുടങ്ങുമ്പം എങ്ങനെയാണ് ഈ ചാനൽ പോകേണ്ടത് എന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്ത് തീരുമാനം 100% ലൈവ് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പാക്കേജുകൾ ചെയ്ത് ജനങ്ങളിലേക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിൽ എല്ലാ അജണ്ടകളും ചേർത്ത് കൊടുക്കുക എന്നുള്ള പരിപാടി നമുക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആക്ച്വൽ നടക്കുന്നത്. ഞാനത് ഓർക്കുന്നത് നമ്മുടെ ശിരൂര് മറ്റേ SP പറഞ്ഞതാണ്, റിയൽ ടൈം ജേർണലിസ്റ്റ് ആണ് നമ്മൾ നടത്തുന്നത് അല്ലേ. എന്താണോ അതാ സ്ഥലത്ത് നടക്കുന്നത് ബാക്കി ജനങ്ങൾക്കറിയാം. കാരണം മലയാളികൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി, അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം അറിയാമെന്നുള്ള. മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ ജനങ്ങൾ അതിൽ നിന്നൊരു അഭിപ്രായം രൂപീകരിച്ചെടുക്കും എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു അഭിപ്രായം പറയുന്നതോടുകൂടി അതില്ലാതാകില്ല എന്നുള്ളതല്ല അത് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ജനങ്ങൾ ഇപ്പം എൻ്റെ അഭിപ്രായം തന്നെ അരുൺ സാറിന് ഉണ്ടായിക്കൊള്ളില്ല, സ്മൃതി പടത്തിന് ഉണ്ടായിക്കൊള്ളില്ല. പക്ഷേ മീറ്റ് എഡിറ്റേഴ്സ് മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ റിപ്പോർട്ടർ TVക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മീറ്റ് എഡിറ്റേഴ്സ് മാത്രം കണ്ടിട്ട് TVനെ വിലയിരുത്തും. പക്ഷേ അങ്ങനെയല്ല. മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറുള്ള പ്രോഗ്രാമാണ്. ബാക്കി 11 മണിക്കൂറും ഈ TV ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എല്ലാ വാർത്തകളും കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അത് രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതെ, രാഷ്ട്രീയക്കാർ ഒരു മണിക്കൂർ വെച്ചിട്ട് ഇപ്പോൾ ആൻഡോ ഓഗസ്റ്റിൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയ്യോ അത് മാധ്യമ സ്ഥാപനത്തിന് മുഴുവൻ നിലപാടായിട്ട് എടുക്കുകയേ വേണ്ട. കാരണം ഒരു മണിക്കൂറിൽ എൻ്റെ ഒരു 15 മിനിറ്റുള്ള നിലപാടേ ഉള്ളൂ. ബാക്കി 11-11.25 മണിക്കൂറുള്ള നിലപാട് എന്ന് പറയുന്നത് റിപ്പോർട്ടർ TVയുടെ നിലപാടാണ്. അത് എഡിറ്റോറിയൽ ബോർഡിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ചൂടായ സമയത്ത് എനിക്കതിൽ അഭിപ്രായമില്ല. കാരണം ഞാൻ എൻ്റെ ഈ 15 മിനിറ്റ് കഴിഞ്ഞ് നിർത്തി, ബാക്കിയുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ്. അപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ TV എന്ന് പറയുന്നത് ഒരു 2 കാര്യം അരുൺ സാർ പറഞ്ഞ കൂടെ, ഈ നികേഷ് സാറ് ഞാൻ ഈ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് നികേഷ് സാറിനോട് ഞങ്ങൾ ഈ ഡിസ്കഷൻ ഏറ്റെടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ കാര്യം, അതിൻ്റെ ഏക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതൊരു ന്യൂസ് ചാനലാണ്, ഇതിൻ്റെ ക്രെഡിബിലിറ്റി നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നതായിരിക്കും നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ആ ക്രെഡിബിലിറ്റി നികേഷ് സാറോടാണ്. നികേഷ് സാർ 2 വർഷമായി നികേഷ് സാർ തന്നതിനേക്കാളും നമ്മൾ 1ാം സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. എല്ലാ ക്രെഡിബിലിറ്റിയും നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനിൽ സാറും ഉണ്ണി സാർ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് ഉണ്ണി സാറോട് ഒരു ഓൺ എയറിൽ കൊണ്ടുവന്നിട്ടൊരു
സംവിധാനം പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും വിചാരിക്കുന്ന പോലെ ഉണ്ണിസാറും ഞങ്ങൾ തമ്മിൽ ഏതാണ് അയ്യോ ഏഷ്യയിൽ പോയി വേറെ സ്ഥലത്തേക്ക് പോയി എന്നുള്ളതൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഹൃദത്തോടു കൂടി സ്നേഹത്തോടു കൂടിയിട്ടാണ് എല്ലാ മാധ്യമ സ്ഥാപനത്തിലുള്ള ആൾക്കാർ സ്റ്റാഫുകൾ പിരിഞ്ഞു പോവുക അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിലേക്ക് പോവുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് അരുൺ സാർ പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്നവരും സ്ത്രീകളാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും വിഷമങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാകുക എന്ന് പറയുന്നത് ആരാണ്? നമ്മളെക്കാളും കൂടുതൽ ചിലപ്പോൾ അവർക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ടീമിൻ്റെ ഭാഗമാകാൻ എൻ്റെ ടീം അതുകൊണ്ടാണ് 550ഓളം മാധ്യമപ്രവർത്തകരും സാങ്കേതിക പ്രവർത്തകരുമാണല്ലോ റിപ്പോർട്ടർ ടി വിയിൽ. ഈ 550ഓളം പറഞ്ഞ ആൾക്കാരുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് ചില്ലറയല്ലല്ലോ. അത് വലിയ രീതിയിലുള്ള ഗുണം ആണ് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമുക്കിപ്പം ഈ 3-ാം വർഷത്തിലേക്ക് നമ്മൾ റീലോഞ്ച് ചെയ്ത് കടക്കുമ്പോൾ ഏറെ സന്തോഷിക്കുന്ന ഒരാൾ ശ്രീ രാജീവ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം മാർക്കറ്റിങ്ങിൻ്റെ തലപ്പത്താണ്. നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് രാജീവിന് കുറേ ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് റീലോഞ്ച് ചെയ്ത് വരികയാണ്. 8-ാം സ്ഥാനത്ത് മാർക്കറ്റ് റേറ്റിംഗിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് എങ്ങനെ പടിപടിയായി ഉയർന്നു വരുന്നത് രാജീവ് സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. രാജീവ് ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. അരുൺ സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് ഈ ചാനൽ തുടക്കം മുതൽ ഞാനുണ്ട്. 2 മാസം മുൻപേ ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ തൊട്ട് മുൻപത്തെ ചാനലിൽ നിന്ന് വരുമ്പോൾ അന്ന് 3-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. എന്തിന് 8-ാം സ്ഥാനത്തിൽ 9-ാം സ്ഥാനത്ത് ചാനലിലേക്ക് പോകണം എന്നുള്ള വലിയ ക്വസ്റ്റ്യൻ അന്ന് വന്നിരുന്നു. പക്ഷേ നമുക്കറിയാം അതിൻ്റെ ഒരു നിലവിലുള്ള ആൾക്കാരുടെ ഒരു സ്ട്രെങ്ത്ത്, അവരുടെ ഒരു കപ്പാസിറ്റി നമുക്കറിയാവുന്ന കാരണം ഈ ചാനൽ രക്ഷപ്പെടും, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. പിന്നെ അന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരും പറഞ്ഞ അനിൽ സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അനിൽ സാറിൻ്റെ ഒരു വ്യത്യസ്തമായ മാർക്കറ്റിംഗ് വഴികളിലൂടെയാണ് നമ്മളെല്ലാം സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. അപ്പോൾ അത് സാറ് ഒരു മികച്ച ഫൗണ്ടേഷൻ തന്ന കാരണം എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഈസി ആയിരുന്നു. ഇപ്പം ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് സിസ്റ്റം നമുക്കുണ്ട്. ഏത് ഒരു എമർജൻസി കേസും എടുക്കാൻ പറ്റാവുന്ന റേഞ്ചിലുള്ള മികച്ച മാർക്കറ്റിംഗ് സംവിധാനം നമുക്ക് നമ്മുടെ ഫീൽഡിലുണ്ട്. പിന്നെ നമ്മളന്ന് ഓറിയൻറ്റേഷൻ ക്ലാസ് പറഞ്ഞാൽ ഒരിക്കലും മാർക്കറ്റിംഗ് എന്നൊരു പ്രഷർ ഒരു ക്ലയന്റിനെ പറ്റിയിട്ട് ഇത് വാർത്ത കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നേ അവരെ വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് എന്ത് ഇനി ഇവിടുന്ന് പരസ്യം കിട്ടില്ല എന്ന് അറിയാലോ. അല്ല, ഞാൻ അങ്ങനെ ഒരു സമ്മർദ്ദം മാർക്കറ്റിംഗിൻ്റെ സൈഡ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഭാവിയിൽ ഉണ്ടാവില്ല. നമ്മുടെ ഒരു പോളിസി അങ്ങനെ തന്നെയാണത്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ എഡിറ്റോറിയൽ സംവിധാനങ്ങൾ. ആ സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങില്ല. അതുകൊണ്ട് അല്ല, മാത്രമല്ല അത്തരം സമ്മർദ്ദങ്ങൾ രാജീവ് തന്നിട്ടില്ല. ഞാൻ പല സ്ഥാപനങ്ങളിൽ ഇരുന്നുള്ളത് കൊണ്ട് നമുക്കറിയാമല്ലോ, ഒരു ക്ലയൻറ്റിനെ കുറിച്ചുമുള്ള വാർത്ത കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ, കമ്മിറ്റ്മെൻറ്റ് വിഷയമല്ല, വാർത്ത ജെനുവിൻ ആണെങ്കിൽ അത് കൊടുക്കൂ എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റിംഗ് വിഭാഗത്തിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും നിലപാട്. അതുകൊണ്ടാണല്ലോ പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ ഈ പേരെടുത്ത് പറഞ്ഞ് ഈ സ്ഥാപനങ്ങളുടെയൊക്കെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അല്ലേ. അപ്പോൾ താങ്ക് യു രാജീവ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ റീജിയണൽ മേധാവിമാരും നമ്മുടെ ബ്യൂറോകളിലുള്ള നമ്മുടെ മേധാവിമാരും ഒക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളും നമ്മളുടെ ജേർണലിസ്റ്റുകളും ഒക്കെ തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് ലോകമെമ്പാടും ഇരുന്ന് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്നേഹം. നമ്മുടെ തിരുവനന്തപുരം റീജിയനും അതേപോലെ കോഴിക്കോട് റീജിയനും കൊച്ചി റീജിയനിലും ടീമുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ 3-ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 15-ാം വർഷത്തിലേക്ക് അനുഭവ കരുത്തുമായി നമ്മളുടെ സംഘം ചേരുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിക്കൂ, റിപ്പോർട്ടർ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്നത് പോലെയാണ് ഫീൽഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. നമ്മളുടെ ഏറ്റവും വലിയ കരുത്തിവരാണ്. നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ടി വി പ്രസാദും സംഘവുമുണ്ട്, കൊച്ചിയിൽ നിന്ന് ലേബി സജീന്ദ്രനും സംഘവുമുണ്ട്, കോഴിക്കോട് നിന്നും നമുക്കിപ്പം വി എസ് രഞ്ജിത്തും സംഘവുമുണ്ട്. ആദ്യം ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് പോകുന്നു. 3 റീജിയനുകൾ നമുക്ക് ഫ്രെയിമിൽ എടുക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്നേഹം നമുക്കൊന്ന് ബാക്കിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഡെസ്കിൻ്റെ വിഷ്വൽസും ഉണ്ട് അവിടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇവിടെയാണ്, ഇത് തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ വരുന്നുണ്ട്. അവിടെ ടി വി പ്രസാദും സംഘവും തയ്യാറാണ്. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഇതിൽ നമുക്ക് ആകെയുള്ളൊരു സങ്കടം, നമുക്ക് എല്ലാ ജീവനക്കാരെയും വെച്ചുകൊണ്ട് നമുക്ക് ഒരു പരിപാടി നടത്താൻ പറ്റില്ലല്ലോ. കാരണം ടി വി ഓഫാക്കാൻ പറ്റില്ലല്ലോ, വാർത്ത ഓഫാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഉള്ളതിൽ 1/3 ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമ്മുടെ റോഷി പാല് പുറത്തേക്ക് ഷൂട്ടിന് പോയി, സുനിഷ പുറത്താണ്, പിന്നെ അശ്വിൻ പുറത്താണ്. അങ്ങനെ അവരുടെ ടീമും കൂടി പുറത്താണുള്ളതാണ്. ഗോപാൽ പുറത്താണ്. ഗോപാൽ നമ്മൾ ഇമ്പാക്റ്റ് വാർത്ത എടുക്കാൻ പോയിട്ടാണുള്ളത്. അപ്പോൾ നമ്മുടെ 1/3 ആളുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവർക്കും വേണ്ടിയാണ് ഒരു കേക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലുമാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തോളൂ ടി വി പ്രസാദ്. അപ്പോൾ പിറന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിന് അല്ലേ. 3-ാമത്തെ പിറന്നാളിലേക്കാണ്, 15-ാമത്തെ വാർത്താ ലോകത്തേക്കാണ്, വാർത്താ വർഷത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, താങ്ക് യു.
അപ്പോൾ ടി വി പ്രസാദ് സംഘവും തിരുവനന്തപുരത്ത്. നമുക്ക് കൊച്ചിയിലേക്ക് കൂടി ഇത് പോകണം. കൊച്ചിയിൽ നമുക്കൊപ്പം ലേബി സജീന്ദ്രനും സംഘവുമുണ്ട്. കോഴിക്കോട് VS രഞ്ജിത്തും സംഘവും നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ലേബിയിലേക്ക് പോയാൽ ലേബി, ഗുഡ് മോർണിംഗ്. ലേബിയും സംഘവും അടാറ് ടീമാണ് കേട്ടോ കൊച്ചി. വലിയ സന്തോഷത്തോടുകൂടിയാണ്. തീർച്ചയായും ഡോക്ടർ അരുൺ, നമ്മൾ വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഭയരഹിതമായ ജേർണലിസത്തിൻ്റെ ജൈത്രയാത്ര തുടരുമ്പോൾ എല്ലാവരും വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് കൊച്ചി ബ്യൂറോയിൽ നിൽക്കുന്നത്. നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനാവില്ല. അർജുൻ മിട്ടന്നൂരും സംഘവും പുറത്താണ്. അതുപോലെ മാർക്കറ്റിംഗ് ടീം കുറേ പേരെത്താനുണ്ട്. നമ്മൾ 26 പേരാണ് ഇവിടെ ആകെ ഉള്ളത്. തുടക്കം മുതലുള്ള അലി അക്ബർ ഷായുണ്ട്, ഇടയ്ക്ക് വന്ന് ജോയിൻ ചെയ്ത ശരണും സജോയും ഒക്കെ ഉണ്ട്. അലിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? തുടക്കം മുതലുണ്ടല്ലോ ഈ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന ടാഗ് ലൈനിനോട് നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടോ പൂർണ്ണമായും? ഉറപ്പായും നമ്മൾ 2 വർഷം മുമ്പ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നേരെ വന്ന ഗുരുതരമായ വിമർശനങ്ങൾ, ഇതൊന്നും സാധ്യമാകില്ല, അതൊക്കെ പാതി വഴിയിൽ പോകും എന്നൊക്കെ പറഞ്ഞ് വളരെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരുപാട് വിമർശനങ്ങൾ അന്ന് നമുക്ക് ഞങ്ങൾ ശ്രമിക്കുമെന്നതിനപ്പുറം ഒരു മറുപടി അവർക്ക് കൊടുക്കാനില്ലായിരുന്നു. പക്ഷേ ഈ 2 വർഷത്തിന് ഇപ്പുറം നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ മറുപടിയാണ് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതും ഈ ലക്ഷോപലക്ഷം മനുഷ്യരുടെ വിശ്വാസം നേടിയെടുത്ത് അവരുടെ മനസ്സിൽ 1-ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൊടുത്ത വാർത്ത ഉൾപ്പെടെ, അല്ലേ, രാജഗിരി വാർത്ത ഉറപ്പായും ഇന്ന് നമ്മൾ കൊടുത്ത വാർത്ത ഉൾപ്പെടെ ആ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്ത ശേഷം മറ്റു മാധ്യമങ്ങളെയും അവർ അറിയിച്ചിരുന്നു. പക്ഷേ ആരോട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ശരണുണ്ട്, സജോയുണ്ട്, എല്ലാവർക്കും മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് സന്തോഷം തന്നെയല്ലേ ഇവിടെ വന്നപ്പോൾ? എന്താ വ്യത്യാസം? തീർച്ചയായിട്ടും വൈബ്രന്റ് ആയ എനർജറ്റിക് ആയിട്ടൊരു ടീമാണ്. ആ ടീമിനൊപ്പം ചേരാൻ കഴിഞ്ഞതിലാണ് സന്തോഷം. ഇവിടുത്തെ ടീമിന്റെ എനർജി. ഓക്കെ, അപ്പോൾ ലേബി, നമുക്ക് കേക്ക് മുറിക്കലും കൂടി ആവാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി. കൊച്ചി ബ്യൂറോയുടെ ആഘോഷമാണ്. ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോകണം. താങ്ക് യു ലേബി, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കോഴിക്കോട്ടേക്ക് കൂടി ഒന്ന് പോകണം. കോഴിക്കോട് VS രഞ്ജിത്തും സംഘവുമുണ്ട്. മധുരവുമായി 15-ാം വർഷത്തിലേക്ക് കടക്കുന്നു. 14 വർഷത്തിൻ്റെ മാധ്യമാനുഭവ പരിചയത്തിൽ നിന്നാണ് റിപ്പോർട്ടർ TV റീബ്രാൻഡ് ചെയ്ത് 3-ാം വർഷത്തിലേക്ക് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. VS രഞ്ജിത്തും സംഘവുമുണ്ട്. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത് ആൻഡ് ടീം, VS രഞ്ജിത്ത് ആൻഡ് കോ എന്നാണ് നമ്മൾ പറയുക, അല്ലേ? കോഴിക്കോട് വളരെ വൈബ്രൻ്റായ നമ്മുടെ ടീമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വാർത്തകൾ സംഭവിച്ച ഒരു റീജിയനാണ് തിരുവനന്തപുരം പോലെ തന്നെ, കൊച്ചി പോലെ തന്നെ കോഴിക്കോടും. വളരെ സമർത്ഥമായിട്ട് അഭിലാഷൊക്കെ ഷിരൂര് പണിയെടുത്തത് നമുക്ക് എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ല. നമുക്കത് ഇപ്പോഴും തീരില്ല എന്നുള്ളതാണ് ആ ടീമിലുള്ള മുഴുവൻ അംഗങ്ങളും. അപ്പോൾ രഞ്ജിത്ത്, ഹാപ്പിയാണ് എന്ന് തോന്നുന്നു എല്ലാവരും. നമുക്ക് വളരെ വേഗം മറ്റു വാർത്തയിലേക്ക് പോകണം. കേക്കൊക്കെ കട്ട് ചെയ്യാം. എന്താണ് എല്ലാവരുടെയൊക്കെ ഒരു ഇന്നത്തെ മൊമെന്റിലെ ഒരു പൾസ് എന്താണ്? ഡോക്ടർ അരുൺ, എത്രത്തോളം സന്തോഷമുണ്ടെന്നുള്ളത് എനിക്ക് ശബ്ദത്തിലൊരു പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പോൾ ആ സന്തോഷം പ്രകടമാക്കാൻ സാധിക്കില്ല. എന്തായാലും എൻ്റെ ടീമിൽ അവിടെ മുഴുവൻ ആളുകളുണ്ട്. ഈ ടീം മാത്രമല്ല, നമുക്ക് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള നമ്മളെ ബ്യൂറോകൾ, ഏറ്റവും കൂടുതൽ ബ്യൂറോകളുള്ള ഒരു റീജിയൻ കൂടിയാണ്. ഞങ്ങൾ 5 പേരായിരുന്നു റിപ്പോർട്ടർമാരുണ്ടായിരുന്നത്. ആ സംഘത്തിലേക്ക് അഭിജിത്ത് കൂടി ഇത്തവണ വന്ന് 6 റിപ്പോർട്ടർമാരാവുകയാണ്. അതുപോലെ ക്യാമറ സംഘം എന്ന് പറയുന്ന 7 ക്യാമറമാരുള്ള ബ്യൂറോ ആണ്, 6 ഡ്രൈവേഴ്സ് ഉള്ള ബ്യൂറോ ആണ്. ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെയാണ് എന്നുള്ളതാണ് കോഴിക്കോട് ബ്യൂറോയെക്കുറിച്ച് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുക. ഞങ്ങളുടെ ഒരു കാരണവരായിട്ട് അഭിലാഷ് ചേട്ടനുണ്ട്. അഭിലാഷ് ചേട്ടനെ ഷിരൂരിന് പോയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ഷിരൂരിലെ അഞ്ജുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു അനുഭവം മുതൽ, അഭിലാഷ് ചേട്ടൻ നേരത്തെ റിപ്പോർട്ട് ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്, 2 വാക്ക് പറഞ്ഞാൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. തീർച്ചയായിട്ടും അഭിമാനകരമായ 2 വർഷങ്ങളാണ് കടന്നു പോകുന്നതാണ്. കാരണം നമ്മൾ എവിടെയാണോ ലക്ഷ്യം വെച്ചത് അവിടേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇവിടെ എങ്ങനെ നിൽക്കാം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഒരു കാര്യം കൂടി പറയാം, നമ്മളോട് വാർത്തകളിൽ ഇടപെടാനാണ് പറയാറ്, അല്ലാതെ വാർത്തകൾ ചെയ്യാതിരിക്കണം എന്ന് പറയാറില്ല. അപ്പോൾ അതാണ് ഞങ്ങളുടെ അഭിമാനം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും അഭിമാനം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുടെ മുഴുവൻ സ്റ്റാഫും ഇവിടെ ഉണ്ട്. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ സപ്പോർട്ടിന് നന്ദി കൂടി പറയുകയാണ് ഞങ്ങൾ. ഓക്കെ, താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അങ്ങനെ ചെറിയ സന്തോഷങ്ങളാണ്, പക്ഷേ എനിക്കറിയാം ഇത് പ്രേക്ഷകരിലേക്ക് ജീവിതത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ, അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇത് റീജിയനുകളാണ്. ഇനി നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മളുടെ സിംഗിൾ മാൻ ബ്യൂറോകളുണ്ട്, ഞങ്ങളുടെ പ്രാദേശിക റിപ്പോർട്ടർമാരുണ്ട്. അവരുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് പേര് പോലെ തന്നെ റിപ്പോർട്ടറിനെ അന്വർത്ഥമാക്കുന്നതും. കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാൺ ചാനലാണ് ഏറ്റവും കൂടുതൽ പ്രാദേശിക റിപ്പോർട്ടർമാരുള്ള ഒരു സംവിധാനമാണ്. ഇവരെയൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്ന നമ്മളുടെ ഡെസ്ക് ടീമുണ്ട്, നമ്മുടെ സാങ്കേതിക വിദഗ്ധരുണ്ട്, അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, PCR-ന്റെ മുഴുവൻ വിഭാഗത്തിലും എഡിറ്റർമാർ മുതൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ അടക്കം ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും PCR-ലും ക്യാമറയിലും, അല്ലേ, മാർക്കറ്റിങ്ങിലും ഗ്രാഫിക്സിലും പ്രൊമോയിലും വെബിലും ഒക്കെയായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പോരാളികളെ പോലെയാണ് അവർ ഓരോരുത്തരും. ഓരോ വാർത്ത വരുന്ന സമയത്തും അതിനെ ഒരു എമർജൻസിയായി കണ്ട് നമ്മളുടെ വീട്ടിൽ സംഭവിച്ചതുപോലെ എന്ന മട്ടിലാണ് നമ്മളുടെയൊക്കെ ഇടപെടൽ നടക്കുന്നത്. അത് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവും. ഒരു കലർപ്പുമില്ലാതെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക്
വാർത്തകളിലേക്ക് നമ്മൾ നൽകുകയാണ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, രാജ്യം നടുങ്ങിത്തെരിച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുണ്ടക്കയിലെയും ചൂരൽമലയെയും നിരവധി മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ജീവനോപാധികൾ നഷ്ടപ്പെടുകയും ചെയ്ത് ഓർമ്മിക്കുന്നുണ്ടാവും. ഒരു വർഷം തികയാൻ പോവുകയാണ്. നിരവധി മനുഷ്യരുടെ സ്ഥാപനങ്ങളും വാഹനങ്ങളും ഒക്കെ ഉരുളെടുത്ത വാർത്തകൾ റിപ്പോർട്ടറിലൂടെയാണ് മലയാളി പ്രേക്ഷകർ ആദ്യം കണ്ടത്. ഒരുപാട് പേർ സഹായഹസ്തവുമായിട്ടെത്തി. റിപ്പോർട്ടർ നടത്തിയ വാർത്താ ഇടപെടലുകളിലൂടെ ദുരന്തബാധിതർക്ക് നഷ്ടമായ ജീപ്പും ഓട്ടോറിക്ഷയും ഇരുചക്ര വാഹനങ്ങളും സ്ഥാപനങ്ങളും കടകളും മാത്രമല്ല അവരുടെ ജീവിതവും അവർ തിരികെ പിടിക്കാൻ തുടങ്ങി. ഉറ്റവരുടെയും ഇടയവരുടെയും ജീവൻ നഷ്ടപ്പെട്ടതിന് പകരമാവില്ലെങ്കിലും അതിജീവനത്തിനായി പോരാടുന്ന ഒരു കൂട്ടം മനുഷ്യർക്കൊപ്പം ചേർന്നു നിൽക്കാൻ കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് 20 ദിവസത്തോളം ഉരുൾപൊട്ടൽ മേഖലയിൽ ചിലവഴിച്ച ഞങ്ങളുടെ വാർത്താ സംഘം മടങ്ങിയത്. റിപ്പോർട്ടർ TV ഇംപാക്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി റിപ്പോർട്ടർ TV. റിപ്പോർട്ടർ വാർത്തകളിലൂടെ നിരവധി പേർക്കാണ് സഹായങ്ങൾ ലഭിച്ചത്. ജീപ്പ്, ഓട്ടോ, സ്കൂട്ടർ എന്നിങ്ങനെ 16 വാഹനങ്ങൾ ദുരന്തബാധിതർക്ക് നൽകി. വണ്ടി നോക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ ന്യൂസ് കണ്ടപ്പോ രക്ഷപ്പെടട്ടെ. ചൂരൽമലയിലെ ബഷീർ കയുടെ ചായക്കടയും റജിയേട്ടന്റെ മില്ലും നിസാറിന്റെ ബാർബർ ഷോപ്പുമെല്ലാം ഉരുളെടുത്ത കഥകൾ റിപ്പോർട്ടറിലൂടെ കണ്ട സുമനസ്സുകളും സംഘടനകളും സഹായഹസ്തവുമായി എത്തി. നമുക്കിപ്പം ദീപക് മോഹനുണ്ട്, വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ദീപക്, ചെറിയ കൈത്താങ്ങാണ്. നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ കൈത്താങ്ങാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഒന്നും പ്രശ്നം അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം ദീപക്കുണ്ട്. നമ്മൾ കൊടുത്ത വാഹനങ്ങളൊക്കെ ആയിട്ട് ആളുകൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അതിൽ ചില വാഹനങ്ങൾ നമ്മളുടെ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. താങ്കൾ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും സന്തോഷമാണ് അല്ലെങ്കിൽ പോലും ചെറിയ ചില സന്തോഷങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയം ആദ്യം നമ്മൾ ആ മേഖലയിലേക്ക് എത്തിയിരുന്നു. പിന്നീട് നമ്മളുടെ വാർത്താ സംഘം ചെയ്ത വാർത്തകളിലൂടെയൊക്കെ നിരവധി ആളുകളുടെ ജീവനോപാധി നഷ്ടപ്പെട്ട വാർത്തകളൊക്കെ മലയാളികളിലേക്ക് എത്തി. അങ്ങനെ നിരവധി സുമനസ്സുകളുടെ സഹായഹസ്തം കൊണ്ട് 16ലധികം വാഹനങ്ങൾ നമുക്ക് പല ദുരന്തബാധിതർക്കും നൽകാൻ കഴിഞ്ഞു. അങ്ങനെ ചൂരൽമല മുണ്ടക്കയിൽ താമസിക്കുന്ന നമ്മൾ കൊടുത്ത വാഹനങ്ങളിൽ ചില വാഹനങ്ങളും ചില അവരുടെ ആളുകളുമാണ് നമ്മളോടൊപ്പം കൂടുന്നത്. ഇപ്പോൾ ആദ്യം നമുക്ക് സുദർശനിലേക്ക് പോകാം. സുദർശൻ എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ, അതായത് സ്കൂൾ റോഡിലേക്ക് കയറുന്ന ഭാഗത്ത് എല്ലാ മാധ്യമങ്ങളും കാണിച്ച ഒരു വീടുണ്ട്. തകർന്ന വീടിന് മുകളിൽ ഏറ്റവും ആദ്യം നമ്മളവിടെ എത്തിയപ്പോൾ നിരവധി ആളുകളെ അവിടെ നിന്ന് ഫയർഫോഴ്സും ബന്ധപ്പെട്ട അധികൃതരുമെല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത് സുദർശൻ്റെ വീടിന് മുമ്പിൽ നിന്നാണ്. സുദർശൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സുദർശന് നമ്മൾ നമ്മുടെ ഒരു വാർത്തയിലൂടെ സുദർശൻ ഒരു ജീപ്പ് ലഭിച്ചു. എന്തായിരുന്നു അന്നത്തെ ഒരു വളരെ സന്തോഷം. ആദ്യം ഗുഡ് മോർണിംഗ് അരുൺ സാർ. പിന്നെ ഫസ്റ്റ് അന്ന് ഉരുൾപൊട്ടൽ ലൈവായിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അത് ഫസ്റ്റ് ഈ റിപ്പോർട്ട് ചാനലിനടുത്താണ് എനിക്ക് പിന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കാനുള്ളത്. എന്താ പറഞ്ഞാൽ അന്ന് അവിടെ ഫസ്റ്റായിട്ട് വിഷ്വൽ പകർത്തിയത് നമുക്ക് പരിചയമില്ല. ഇപ്പോഴാണ് ദീപകേട്ടനായിട്ട് ബന്ധങ്ങൾ വന്നത്. ദീപകേട്ടൻ്റെ റിപ്പോർട്ടും ദീപകേട്ടൻ്റെ ആ പ്രവർത്തനം കൂടിയാണ് എനിക്ക് പിന്നെ മുസ്ലിം ലീഗാണ് സംഘടന എന്ന് പറഞ്ഞൊരു ലീഗാണ് എനിക്ക് ജീപ്പ് തന്നത്. അതേമാതിരി ആ ഫസ്റ്റ് അന്ന് ഉരുൾപൊട്ടലിൽ വിഷ്വൽ പകർത്തിയ ദീപകേട്ടനോട് ഒരു 1000 നന്ദി നമ്മൾ ഇതാക്കുകയാണ്. എന്താ പറഞ്ഞാൽ 10-30ഓളം ആൾ അതിൻ്റെ മുകളിൽ വിഷ്വൽ ദീപകേട്ടൻ ആ ലൈവ് എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. 10-30ഓളം ആളെ നമ്മൾ അന്ന് ആ വീടിൻ്റെ മുകളിൽ ഞാൻ രക്ഷപ്പെടുത്തിയതാണ്. അരുൺകുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവരൊക്കെ ഇത്തരത്തിൽ ജീപ്പ് ലഭിച്ച ആളുകളാണ്. അനീഷുണ്ട്, ഷൈജലുണ്ട്, നിയാസുണ്ട്. നമ്മുടെ വിവിധ റിപ്പോർട്ടർമാർ ചെയ്ത വാർത്തയെ തുടർന്ന് പിന്നീട് ഇമ്പാക്റ്റ് ഉണ്ടായി. അങ്ങനെ ലഭിച്ച വാഹനങ്ങളൊക്കെയാണ്. ഓക്കെ, ദീപക് മോഹൻ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെ നിരവധി മനുഷ്യരുടെയൊക്കെ മുഖങ്ങളിൽ ചെറിയൊക്കെ പുഞ്ചിരി വരുത്താൻ നമുക്ക് പറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മളുടേതല്ല, പൂർണ്ണമായും പ്രേക്ഷകരുടെ പിന്തുണയാണ്, അല്ലേ ഡോക്ടർ അരുൺ? ഇതിലൊരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ സുജി സാറെന്ന് വിളിക്കുന്ന നമ്മുടെ വൈസ് ചെയർമാൻ ജോസുകുട്ടി അഗസ്റ്റിനാണ്. ഞാൻ ഈ ദുരന്ത മേഖല റിപ്പോർട്ടിംഗ് ഒക്കെ നേരത്തെയും ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഫീൽഡിൽ നിന്നാണ് ഒരു ആങ്കർ എന്ന രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ ഡൽഹിയിലാണ് കൂടുതൽ കാലം വർക്ക് ചെയ്തത്. അവിടെ വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ട് അത്രയും നമുക്കൊരു വലിയ അടുപ്പമൊന്നും ആയി വരുന്നതിന് മുമ്പ് തന്നെയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വിളിച്ചിട്ട് പോകാം. എനിക്ക് തോന്നുന്നു ആൻഡ്രോ സാർ വന്ന മീറ്റ് എഡിറ്റേഴ്സിലേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. നമുക്ക് പിന്നിൽ നിന്നെല്ലാ പിന്തുണയും നൽകുകയാണ്. അന്ന് ഈ ദുരന്ത മേഖലയിലൂടെ വയനാട്ടിലെത്തി. ഞാനവിടെ 5 ദിവസമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഈ മൃതദേഹങ്ങളൊക്കെ കിടക്കുന്ന അതിന് പുറത്തുകൂടി ചവിട്ടിയൊക്കെയാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ ആ ദുരന്ത മേഖലയിലൂടെ പോകുമ്പോഴേക്കും എൻ്റെ കൂടെ പൂർണ്ണ സമയം ആ ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം സുജി സാർ കിടപ്പിലായി. ആ ഒരു ഓർമ്മ കൂടി ഒന്ന് ഷെയർ ചെയ്തത്. കാരണം സുജി സാറിൻ്റെ എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ ആദ്യത്തെ റിപ്പോർട്ടിംഗ് അനുഭവമായിരിക്കും, അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു ആ
ഫീൽഡിൽ നേരിട്ട് പോയി. തീർച്ചയായിട്ടും അതികട്ടാമലയിൽ VS അച്യുതാനന്ദൻ കയറിയതുപോലെ ഏറ്റവും മലേൻ്റെ മുകളിൽ വരെ ഞങ്ങൾ എത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിസ്ക് പിടിച്ച വഴികളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പോകുന്നത് മൃതദേഹം ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ്. കാരണം അത്രയും റിസ്ക് പിടിച്ച സ്ഥലങ്ങളിൽ അപ്പോൾ ഉരുള് പൊട്ടി വെള്ളം വരുന്നുണ്ട്. അങ്ങനെ അത്ര നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലാണ്. അന്ന് രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ വീണു. പിറ്റേ ദിവസം പിന്നെ നേരത്തോട് നേരം കഴിഞ്ഞ് എണീറ്റത്. പക്ഷേ സുജി രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റ് വീണ്ടും പോയിട്ടുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് അവിടെ സുജി എവിടെയെന്ന് ചോദിക്കുമ്പോൾ സുജി അവിടെ എത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ദില്ലി ബ്യൂറോയുടെ കാര്യം കൂടി പ്രേക്ഷകരോട് പറയണം. നമ്മളുടെ വാർത്താ സംഘത്തിൽ ഒടുവിൽ എത്തിച്ചേർന്ന നമ്മുടെ എഡിറ്റോറിയൽ അംഗങ്ങളിൽ ഒരാളാണ് നമ്മളുടെ പിയ സുനിൽ. ഡൽഹിയിൽ നിന്നും കാശ്മീരിൽ നിന്നും റോമിൽ നിന്നും അല്ലേ സജീവമായ വാർത്തകൾ പ്രേക്ഷകർക്ക് നൽകുന്നത് പ്രേക്ഷകർ കണ്ടു. പിയ സുനിൽ നമുക്കൊപ്പമുണ്ട്. പിയ സുനിൽ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ട് മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ പിയ സുനിൽ, ഒപ്പം തന്നെ ഡൽഹിയിലുള്ള നമ്മുടെ നോബൽ മാരിക്കാരൻ ആദിൽ പാലോട്, ഇവരൊക്കെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടക്കുന്ന സമയത്ത് ഫീൽഡിൽ പോയി അല്ലേ, പഹൽഗാമിൽ പോയി നേരിട്ട് ആദ്യം അവിടെ എത്തി വാർത്ത പ്രേക്ഷകർക്ക് നൽകിയ, അതെ, തത്സമയ ദൃശ്യങ്ങൾ, ഡ്രോണുകൾ വരുന്ന ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് ആദിൽ പാലോടും നോബൽ മാരിക്കാരനും ഒക്കെ പകർത്തുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടു. അതിനെ ഏകോപിപ്പിച്ചത് നമ്മുടെ പിയ സുനിലാണ്. അപ്പോൾ എല്ലാ ഒരു പ്രേക്ഷകനെ വിളിച്ചിട്ട് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ഈ ആദിൽ പാലോടിനെ പറഞ്ഞു വിട്ടതെന്ന് വിളിച്ചു ചോദിച്ചു. അപ്പം ഞാൻ അപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. കാരണം ഒരു പേഷ്യനെ വിളിച്ച് ചോദിക്കില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആദിലിനെ വിളിച്ചു. സാറ് അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ ഈ ജേർണലിസം എന്ന് പറയുന്നത് എന്താണ്, യുദ്ധം നടക്കുന്നിടത്ത് പോയി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാണിച്ചൊരു തൻ്റെ ഇടം ഉണ്ടല്ലോ. കാരണം അതിലാണ് എല്ലായിടത്തും പോയത്. അതായത് തലേദിവസം ഇത് വീഴുന്ന സ്ഥലത്താണ് പിറ്റേ ദിവസം രാവിലെ പോയി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമായിട്ട് കാണുന്നില്ല. ഈ ഒമർ അബ്ദുള്ളയുടെയും ഫറൂഖ് അബ്ദുള്ളയുടെയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം പ്രേക്ഷകർക്ക് കിട്ടുന്നതും നമ്മുടെ റിപ്പോർട്ടർ TV-യിലൂടെയാണ്. അവരെ കണ്ടു. കാശ്മീരിൻ്റെ റീബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം അവിടെ നിന്ന് ചെയ്തു. ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങളും വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് ആദിലും നോബലും ഒക്കെ സമ്മാനിക്കുകയും ചെയ്തു. അപ്പോൾ താങ്ക് യു പിയ സുനിൽ, താങ്ക് യു നോബൽ, താങ്ക് യു ആദിൽ. നിങ്ങളും തുടരുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിരവധി വിഷയങ്ങളുണ്ട് റിപ്പോർട്ടർ TV ഏറ്റെടുത്തതിൽ. കഴിഞ്ഞ വർഷങ്ങളിൽ മുഖം നോക്കാതെയുള്ള നടപടികളായിരുന്നു. പലരും നമ്മളോട് മാർക്കറ്റിംഗ് ക്ലയൻറ്റുകളായവരുണ്ട്, നമുക്ക് പരസ്യങ്ങൾ നൽകുന്നവരുണ്ട്. പക്ഷേ വാർത്തകൾ വരുമ്പോൾ പരസ്യങ്ങൾ നൽകുന്നു എന്ന ഒരു പരിഗണന പലപ്പോഴും നമ്മൾ നൽകാറില്ല. പലപ്പോഴും എന്നല്ല, ഒരിക്കലും നൽകിയിട്ടില്ല. അങ്ങനെ നിരവധി വിഷയങ്ങളിൽ റിപ്പോർട്ടറിൻ്റെ ഇടപെടൽ ഫലം കണ്ട ഏറ്റവും ഒടുവിലത്തെ ഒരു കേസായിരുന്നു ഒരു കുടുംബത്തെ വഴിയാധാരമാക്കിയ ഒരു നടപടിക്കെതിരെയുള്ള പോരാട്ടം. തിരുവനന്തപുരത്ത് ജപ്തിയെ തുടർന്ന് പെരുവഴിയിലായ കുടുംബത്തിന് കൈത്താങ്ങായത് റിപ്പോർട്ടർ വാർത്തയാണ്. 2 സ്കൂൾ കുട്ടികളടക്കം 5 സ്ത്രീകളാണ് കിടപ്പാടം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഉഴമലക്കൽ സ്വദേശി വിനോദിൻ്റെയും കുടുംബത്തിൻ്റെയും ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാമ്പത്തിക സഹായം ഉടൻ വാഗ്ദാനം ചെയ്യുകയായിരുന്നു. ആ നിമിഷം സെക്കൻഡുകൾക്കുള്ളിൽ പണം നൽകാം എന്ന് പറയുകയും പണം ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ നടത്തിയ നീക്കം ഫലം കണ്ടു. ഒടുവിൽ ആ കുടുംബത്തിന് ആ വീട്ടിൽ കയറി കിടക്കാമെന്നായി. തിരുവനന്തപുരം ഉഴമലക്കലിൽ ഒരു വീട് ജപ്തി ചെയ്തു. പാതിരാത്രിയിൽ 2 കുട്ടികളടക്കം 5 സ്ത്രീകൾ പെരുവഴിയിൽ. വാർത്ത പുറത്തെത്തിച്ചത് റിപ്പോർട്ടർ TV. 3.5 ലക്ഷം രൂപയാണ് 2.5 വർഷം മുൻപ് ഇവർ മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസിന്റെ നെടുമങ്ങാട് ബ്രാഞ്ചിൽ നിന്നും ലോണായി എടുത്തത്. ഇടപെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൊട്ടടുത്ത ദിവസം മുഴുവൻ പണവും അടച്ചു തീർത്തു. മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസിന്റെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതും റിപ്പോർട്ടർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗോപാൽ ഇപ്പോൾ ആ കുടുംബത്തോടൊപ്പം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോപാലാണ് ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ആദ്യം മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് ആണ് എന്ന് അവിടെ ഒട്ടിച്ചിരിക്കുന്നത് കാണുന്നു. നമ്മൾ ആ വിഷയത്തിൽ ഇടപെടുന്നു. അവരുമായിട്ട് ബാങ്ക് അധികൃതരുമായിട്ടൊക്കെ സംസാരിക്കുന്നു. പക്ഷെ അപ്പോഴൊന്നും ആ വാതിൽ തുറക്കുന്നില്ല. ഒടുവിൽ മന്ത്രി തന്നെ ഇടപെടുന്നു, ആന്റോ അഗസ്റ്റിൻ തന്നെ ഇടപെടുന്നു. ഗോപാലുണ്ട് നമുക്കൊപ്പം. ഗോപാൽ, എന്തായാലും നമ്മുടെയൊക്കെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ കുറച്ച് മനുഷ്യരുടെയൊക്കെ മുഖത്ത് ചിരി വിരിയുന്നതും കാണാൻ സാധിച്ചു എന്നത് മാത്രമാണ് വലിയ സന്തോഷങ്ങളിലൊന്ന്. എന്തായാലും അവരൊക്കെ ഹാപ്പിയല്ലേ ഇപ്പോഴും? കുട്ടികൾ സ്കൂളിൽ പോയി കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, നമുക്ക് ഈ മനുഷ്യന്മാരുടെ ചിരി കാണാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും കഴിയുന്നതിനപ്പുറത്തേക്ക് ഈ ജോലി കൊണ്ട് മറ്റൊന്നും സാധിച്ചെടുക്കേണ്ടതില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം. ഞാനിപ്പോൾ മുൻപ് കഴിഞ്ഞ തവണ ഈ വീട്ടിൽ വന്നപ്പോഴുള്ള ഒരു അന്തരീക്ഷമല്ല ഇവിടെയുള്ളത്. അന്ന് ഓമനയമ്മയും മക്കളുമൊക്കെ കരഞ്ഞത് ഈ പടിയിലിരിക്കുകയായിരുന്നു, വീടിനുള്ളിൽ കയറാൻ കഴിയാതെ. എന്നാൽ ഇന്ന് അവരുടെ സ്വന്തം വീട്ടിൽ അവരോട് ആരും അവകാശമോ അധികാരമോ അപ്പോൾ അന്നൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഒരുപാട് കരഞ്ഞു. ഇപ്പോൾ കരയണ്ട, അന്നൊരു വല്ലാത്ത അനുഭവമായിരുന്നു.
പൈസ കിട്ടി വന്നതിന്. അപ്പോൾ അന്ന് വിനോദാണ്, കുടുംബനാഥൻ വിനോദാണ്. വിനോദ് അന്ന് പാലക്കാട് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. പിന്നീട് നമുക്ക് പക്ഷേ ഇന്നാണ് നേരിട്ട് കാണുന്നത്. ഇപ്പോൾ ഏകദേശം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ? ഏകദേശം റിപ്പോർട്ട് ചാനൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. സുരേഷ് ഗോപി സാറിനെ ജീവിതത്തിലെ മക്കളും അമ്മയും അവരൊക്കെ അന്ന് ഇത്രയും വിഷമിച്ചപ്പോൾ നിങ്ങളെപ്പോഴും ഈ റിപ്പോർട്ട് ചാനലിലുള്ള സാറൊക്കെയാണ് ഞങ്ങളെ ഇത്രയും കരയേറ്റി. വളരെ നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല സുരേഷ് ഗോപി സാറിനെ. കുഞ്ഞുങ്ങളൊക്കെ എന്ത് പറയുന്നത്? അന്ന് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്, സ്കൂളിൽ പോകുമ്പോൾ കളിയാക്കുമെന്ന്. കരയുമായിരുന്നു, ഞാൻ അവിടെ കരയുമായിരുന്നു. പാലക്കാട് ഒറ്റപ്പാലത്ത് അവിടെ പോയ സുഹൃത്തിൻ്റെ അടുത്ത് പോയതായിരുന്നു ടാപ്പിങ്ങിന് വേണ്ടിയിട്ട്. അവിടെ ഇപ്പോൾ മഴ കാരണം ഇപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ വന്നിട്ട്. മക്കളെ പ്രശ്നമൊക്കെ മാറിയോ? കളിയാക്കലൊക്കെ മാറി. പിന്നെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. സുരേഷ് ഗോപി സാറിനും റിപ്പോർട്ട് ചാനലിനും നന്ദി പറയുന്നു. സാർ ഇങ്ങനെ സഹായിക്കാതിരുന്നെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. നമ്മുടെ ആധാരം എന്ന് കിട്ടുമെന്നല്ല അവർ പറഞ്ഞോ? 21 പ്രവൃത്തി ദിവസങ്ങളാണ് അവർ പറയുന്നത്. ഡോക്ടർ അരുൺ, ഇവർ നന്ദി പറച്ചിൽ തന്നെയാണ്. ക്യാമറയിൽ കാണിക്കുന്നതിന് മുൻപും ഒരുപാട് നന്ദി പറച്ചു ഞാൻ കേട്ടു. ഒരുപാട് സ്നേഹപ്രകടനം. ആ സ്നേഹം എനിക്ക് ഇവിടെ ഒന്ന് സ്വീകരിക്കാൻ ഇതിൽ അവരുടെ ആധാരം കൂടി തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ ഗോപാൽ. മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് ആണ്. നമ്മൾ ആ സമയത്ത് ഇടപെട്ടിട്ടൊന്നും അവർ അനുകൂലമായി പ്രതികരിച്ചില്ല. അതുപോട്ടെ, എങ്കിലും ആ ആധാരം തിരിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ എന്തായാലും ഗോപാൽ അത് വാങ്ങി കൊടുക്കണം. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ ഗോപാൽ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം എന്ന് പറയുന്നത് കണ്ണീരും പുഞ്ചിരിയും കൂടി വരുന്ന നിമിഷമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. ഇങ്ങനെ ഒട്ടേറെ മനുഷ്യരുടെ കഥകൾ, എണ്ണിയാലൊടുങ്ങാത്ത കഥകളിലൂടെ റിപ്പോർട്ടർ TV കടന്നുപോയിട്ടുണ്ട്. അതിവിടെ അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ പുതിയ ഒരു പോർമുഖം തുറക്കുകയാണ്. അപ്പോൾ നീതിക്കായി റിപ്പോർട്ടറിന്റെ പോരാട്ടം തുടരുകയാണ്. ഇന്നിപ്പോൾ പ്രേക്ഷകർക്ക് നൽകാവുന്ന ഏറ്റവും പ്രധാന ഉറപ്പും അത് തന്നെയാണ്. നിരവധി പ്രേക്ഷകർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉന്നയിക്കുന്ന ഒരു പ്രധാന വിഷയത്തിലേക്കാണ് നമ്മുടെ പ്രത്യേക ലൈവത്തോൺ. സിബിൽ സ്കോർ ഇല്ലെങ്കിൽ ലൈഫ് ഇല്ല. എന്താണ് സിബിൽ സ്കോർ എന്നല്ലേ? വായ്പ എടുക്കാൻ പോകണമെങ്കിൽ ഈ സിബിൽ സ്കോർ വേണം. ആ സിബിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് വായ്പ നിഷേധിക്കപ്പെട്ട് ബ്ലേഡ് മാഫിയയുടെ പല്ലിൽ തലവയ്ക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ലൈവത്തോൺ സംഘടിപ്പിക്കുന്നത്. സിബിൽ സ്കോർ ഇല്ലെങ്കിൽ ലൈഫില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, താങ്ക് യു ശ്രീ റോജി ഗസ്റ്റിൻ, താങ്ക് യു ശ്രീ ജോസി ഗസ്റ്റിൻ. ഉഷാറാവട്ടെ. സിവിലുമായി ബന്ധപ്പെട്ട ലേവാത്തോണിലേക്ക് ഞങ്ങൾ കടക്കാണ്. സ്മൃതി ബ്രേക്കിംഗ് അവേഴ്സിൽ സ്മൃതിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് സുജയാണ്. ഓക്കെ, അതെന്താ ഞാൻ വന്ന അതിനെന്താ കുഴപ്പം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും സുജയ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. ശ്രുതിയുണ്ട്. ജിമ്മി അപ്പോൾ ഉഷാറാണ്. ഡെസ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. നമ്മുടെ VS ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന മെഡിക്കൽ ബുള്ളറ്റിനിലും ആരോഗ്യനില അത്ര തൃപ്തികരമല്ല എന്നാണ് അറിയുന്നത്. മറ്റൊട്ടനേകം വാർത്തകളുണ്ട്. നമ്മുടെ റോഷിപാൽ ബഷീറിന് ചായ വാങ്ങിക്കാൻ കൊടുത്തിട്ട് തിരിച്ചു വന്നില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ആ സംഭവം കണ്ടായിരുന്നല്ലോ അല്ലേ? പുതിയ DGP മേധാവിയായിട്ട് വരുന്നു. ആ സമയത്ത് ഒരാൾ അവിടെ വന്ന് വാർത്താ മാധ്യമ പ്രവർത്തകനാണ് എന്ന രീതിയിൽ അവിടെ വന്നൊരു പ്രകടനം നടത്തുന്നു. പഴയൊരു ഉദ്യോഗസ്ഥനാണ് എന്നാണ് പറയുന്നത്. ഇനി ആ മനുഷ്യനും പറയാനുണ്ടാവും ചില കഥകൾ. ആ കഥകളിലേക്കൊക്കെ നമ്മൾ മടങ്ങാം.